ഈ കോഴിപ്പെണ്ണാണെങ്കിൽ കൂടൊക്കെ ആകെ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ചെന്നപ്പോഴാണ് എൻ്റെ പിള്ളേരെ തൊടുന്നു വേണ്ട എന്നുള്ള രീതിയിൽ അവളുടെ ഒരു ആക്രമണം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കാലി പിടിച്ച് തൂക്കി അപ്പുറത്തെ കൂട്ടിലോട്ട് ഇട്ടു. വേറൊന്നും കൊണ്ടല്ല, ഹീറ്റ് ബൾബിൻ്റെ കീഴിലേക്ക് നമ്മുടെ പുതിയ പിള്ളേർ വരുന്നുണ്ട്. അവരെ ഹീറ്റ് ബൾബിൻ്റെ കീഴിൽ തന്നെ ഇട്ടേ പറ്റുള്ളൂ. പുതിയ പിള്ളേരെ എല്ലാവരെയും കൂടെ ഇവൾക്ക് ഒരു സമയം നോക്കാനും പറ്റത്തില്ല. എന്നാൽ പിന്നെ പഴയ പിള്ളേരെ നമുക്ക് മാറ്റി അപ്പുറത്തോട്ട് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ചൂട് വേണം, അല്ലെങ്കിൽ ഹീറ്റ് ബൾബ് വേണം. എല്ലാവരെയും കൂടെ ഒന്നിച്ചിട്ടാൽ അതും കോംപ്ലിക്കേഷൻ. അങ്ങനെ എന്തായാലും ഇവരെ എല്ലാവരെയും പിടിച്ച് നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി. കോഴിയമ്മേനെയും 14 പിള്ളേരെയും. ചിലരൊക്കെ ഇതിൻ്റെ ഇടയിൽ നല്ല അഹങ്കാരികളായിട്ടുണ്ട്, ഇവളുടെ അല്ലേ മക്കൾ. എന്തായാലും കിട്ടിയവരെ എല്ലാവരെയും പിടിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഈ കൂടൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കണം. ആദ്യമേ പേപ്പർ വിരിച്ചു, പിന്നെ അറക്കപ്പൊടിയൊക്കെ ഇട്ട്. അറക്കപ്പൊടിക്ക് ചെറിയ നനവുള്ളതുകൊണ്ട് ഹീറ്റ് ബൾബിൻ്റെ കീഴിൽ നമ്മളത് കുറച്ച് നേരം ഇട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കുന്നത്. അതെന്തായാലും പ്രോപ്പറായിട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തീറ്റയാണെന്നും പറഞ്ഞ് ഇതൊക്കെ കുത്തി തിന്നിട്ട് തലയിറങ്ങി അവിടെ കിടക്കുന്നത് കാണാം. അത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ എന്തായാലും പിള്ളേരെ നമ്മൾ ഓരോന്നായിട്ട് ഓരോന്നല്ല ഈ രണ്ടായിട്ട് പിള്ളേരെ നമ്മൾ അങ്ങോട്ട് ഇറക്കി. 14 പിള്ളേരാണ് നമുക്കിപ്പോൾ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഒരാളാണ് ഇൻക്യുബേറ്ററിൽ പകുതി വിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അമ്മയുടെ കൂടെ വളരുന്ന പിള്ളേർക്ക് എല്ലാവർക്കും നല്ല കാര്യപ്രാപ്തി, അതോടൊപ്പം തന്നെ തീറ്റ എടുക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. സ്വന്തമായിട്ട് ബ്രൂട്ടീഷൻ ചെയ്യാൻ വരെ അവർക്ക് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിൽ എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിള്ളേരുടെ കേസ് എങ്ങനെയാവും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അപ്പുറത്തെ കൂട്ടിൽ നിന്ന് ഒരു സീനിയറിനെ നമ്മൾ ഈ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. വെള്ളം കുടിക്കാനും തീറ്റ തിന്നാനും ഒക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇവർക്ക് ഏതാണ് എന്തെന്ന് അറിയാത്തത് കൊണ്ട് ഇവർ കുറേ നേരം കൺഫ്യൂഷനായിട്ട് നടക്കും. ചിലരൊക്കെ വെള്ളം പോലും കുടിക്കാതെ ചത്തുപോകാനും അത് മതി. അതെന്തായാലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ, അതായത് അപ്പുറത്തെ കൂട്ടിലെ സീനിയറിനെ ഒരാളിനെ നമ്മൾ പിടിച്ച് എന്തായാലും ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഇതാണ് ആ സീനിയർ. ഇദ്ദേഹത്തിന് തീറ്റയൊക്കെ തിന്ന് പരിചയമുണ്ട്, തീറ്റ തിന്നും വെള്ളം കുടിച്ചൊക്കെ പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയുടെ ട്രെയിനിങ് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ആൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആളെ കൂടെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ വന്ന് അതുപോലെ അനുകരിക്കുമല്ലോ. ഇവരെന്തായാലും ഈ പുതിയ കൂട്ടിലേക്ക് വന്നപ്പോൾ തന്നെ വളരെ ഹാപ്പിയാണ്. കുറച്ച് തീറ്റ കൂടെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. നമ്മുടെ കോഴിയമ്മയാണെങ്കിൽ എല്ലാം എന്ത് തിന്നണം എന്ത് തിന്നണമെന്നെല്ലാം കറക്റ്റായിട്ട് വിളിച്ച് കാണിച്ച് പഠിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവിടെ നമ്മളെ കൊണ്ട് തീറ്റ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ സീനിയർ കൊച്ചാണെങ്കിൽ തീറ്റ തിന്ന് തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനാണ്, ഏത് തിന്നണം എന്ത് തിന്നാൻ കിട്ടും. ചിലരൊക്കെ എഴുത്ത്, അതായത് അക്ഷരങ്ങളൊക്കെ കൊത്തിപ്പറിക്കാൻ നോക്കുന്നുണ്ട് എന്തിനാണോ എന്നും. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് നേരം തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കാത്തു നിന്ന്. എല്ലാവരും ഒന്നും തിന്നുന്നില്ല. അതോടൊപ്പം തന്നെ വെള്ളവും വെച്ച് കൊടുത്തു. വെള്ളം കുടിക്കാനും കുറച്ചധികം പാടുണ്ട്. ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് 2-3 ദിവസം ലേറ്റായിട്ടാണ്. സൗണ്ടും ഇല്ലായിരുന്നു, പനിയുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അതിൻ്റെ ഇടയിൽ ചിലർ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവച്ചപ്പോൾ ആദ്യത്തെ ദിവസം നമ്മുടെ സീനിയറായിട്ടുള്ള കുട്ടി മാത്രമാണ് വെള്ളം കുടിക്കാനായിട്ട് തുനിഞ്ഞത്. ആദ്യമേ നമ്മൾ ആരെയും വെള്ളം കുടിക്കാൻ വേണ്ടി നിർബന്ധിച്ചില്ല. കാര്യം ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞ് വന്നതേ ഉള്ളൂ. അധികം വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ പിടിച്ച് നിന്നോളും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടെന്നാണ് നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേ ദിവസത്തെ കാഴ്ചയാണ്. ഇദ്ദേഹം ഇവിടെ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് 1-2 പേരൊക്കെ അടുത്ത് വന്ന് നിന്ന് വെള്ളം കുടിക്കാനും അതോടൊപ്പം തന്നെ ഇറ്റി വീഴുന്ന വെള്ളമൊക്കെ കൊത്തി കുടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമുക്കൊരു ആശ്വാസമായി. എന്തായാലും തൽക്കാലം നമ്മൾ ടെൻഷൻ അടിക്കുന്നില്ല. നേരെ നെക്സ്റ്റ് ദിവസം നമുക്ക് ഇവർ കുടിക്കൂല എന്നറിയണം. കുടിക്കാത്തവരെ നമ്മൾ മുക്കിയാണെങ്കിൽ കുടിപ്പിക്കും. കുടിച്ചേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. കാര്യം ഹീറ്റ് ബൾബിന് നല്ല ചൂടാണ്. ഇവർ നല്ലപോലെ ക്ഷീണിച്ച് അവശരാകും. എന്തായാലും പിറ്റേ ദിവസം നമ്മൾ 2ാമത്തെ വട്ടം വെള്ളം കൊണ്ട് വെച്ചപ്പോൾ എല്ലാവരും പാത്രത്തിൽ ഇറങ്ങി ഇന്ന് നീരാടി കുടിക്കുന്ന രംഗമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ എന്തായാലും മനസ്സിനൊരു സമാധാനം. എന്തായാലും ഇവരുടെ തുടർന്നുള്ള അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.